ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗേൾസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് ജ്വല്ലറി ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് ജ്വല്ലറി ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മേക്ക് ചെയ്തിട്ടുള്ള ഒരു വളയും അതെങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നുള്ളതുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു വളയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാണുമ്പോൾ കുറച്ച് ഹെവി ലുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഗ്രീൻ ചുരിദാറിന് മാച്ച് ചെയ്താണ് ഞാൻ ഈ ഒരു വള ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഗ്രീൻ കളറിലുള്ള ഷുഗർ ബീഡ്, ആ സെയിം കളറിലുള്ള ഷുഗർ ബീഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കോപ്പർ വയർ വെച്ചിട്ട് ഉൾഭാഗത്തൂടെ കോർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഓരോ ബീഡ്സും ഞാൻ കോപ്പർ വയർ വെച്ചിട്ട് ഇതുപോലെ കോർത്തെടുത്തിട്ടുള്ളതാണ്. ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ വള. ഇതേപോലെ ഞാൻ ഫാൻസിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വളയാണ്. ഇതിപ്പോൾ ഇങ്ങനെയല്ലാതെ നമുക്ക് വളയുടെ ഫ്രെയിം മാത്രമായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു വളക്ക് എനിക്ക് തോന്നുന്നു 40 രൂപയാണ് റേറ്റ് വരുന്നതെന്ന്. അപ്പം ഇങ്ങനെ 2 വള വാങ്ങിച്ചു. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഉൾഭാഗത്തൂടെ നമ്മൾ വർക്ക് ചെയ്തെടുത്തതാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇതിനാവശ്യമുള്ള ഷുഗർ ബീഡ്സ് എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഷുഗർ ബീഡ്സിൻ്റെ കളക്ഷനാണ് ഇത്. ഒരുപാട് കളേഴ്സ് ഉണ്ട്. മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത്. ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചുരിദാറിന് മാച്ചായിട്ടാണ്, ഇതൊരു എൻ്റെ പാർട്ടി വെയർ ചുരിദാറാണ്. അപ്പോൾ ഈ ഒരു ചുരിദാറിന് മാച്ച് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ എങ്കിൽ ഇതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു കളർ പോലും എൻ്റെ കയ്യിൽ ഷുഗർ ബീഡ് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ചുരിദാറിന് മാച്ച് ചെയ്തിട്ട് ചെയ്യാമെന്ന്. അപ്പം റെഡും എൻ്റെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ കളറും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് വള ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഞാൻ വേറെ കളേഴ്സൊക്കെ ഇതിന് മാച്ച് ആവുമോ നോക്കി. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് റെഡും ഗോൾഡൻ കളറും ആണ്. പിന്നെ കോപ്പർ വയർ എടുത്തു. 3mm കോപ്പർ വയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ ഒരു 15 ഇഞ്ചോളം നീളത്തിലാണ് കേട്ടോ എടുക്കുന്നത്. അത് മതിയാവില്ല, ഒരു 30 ഇഞ്ചോളമൊക്കെ വേണ്ടി വരും ചുറ്റി വരുമ്പോൾ. പക്ഷെ നമുക്ക് ആദ്യം കുറച്ച് ചെയ്യാം. ഒരുപാട് നീളത്തിലായാൽ ചെയ്തെടുക്കാൻ റിസ്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് ചേർത്ത് വെച്ചിട്ട് ബാക്കി ചെയ്തെടുക്കാം. എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ 15 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബീഡ് എടുക്കണം. ഗോൾഡൻ കളർ ബീഡും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റെഡ് ബീഡും എടുക്കുന്നുണ്ട്. ബീഡൊക്കെ കുറച്ച് മതി കേട്ടോ. ഈ ഒരു വർക്കിന് നല്ല ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ബീഡൊക്കെ നമുക്ക് വളരെ കുറച്ച് തന്നെ മതി. അപ്പോൾ ആ 2 കളറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ വളയതാ ഈ ഒരു രൂപത്തിലേക്ക് ഞാൻ വെക്കുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് വള തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന വള എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പം എവിടെയെങ്കിലും എന്തായാലും ഇതുപോലെ കോർത്തെടുക്കാനുള്ള സൗകര്യമൊക്കെ വളയിലുണ്ടാവും. ഇതുപോലത്തെ വള നിങ്ങൾ കാണല്ലേ, റോസ് ഗോൾഡിലുള്ള വളകളൊക്കെ നിങ്ങൾ കാണാറുണ്ടാവും. അപ്പോൾ 2-3 വള വെച്ചിട്ട് ചേർത്ത് കെട്ടിയിട്ട് ഉള്ളിലൂടെ ഇതുപോലെ കോർത്തെടുത്താൽ മതി. നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം ഈ ഒരു ടൈപ്പ് വളയായതുകൊണ്ട് ഞാനിതിൻ്റെ സെൻറ്ററിൽ ബീഡ്സ് ആഡ് ആക്കിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആ വള ചേർത്ത് പിന്നെ ഒന്ന് ഉൾഭാഗത്തോടെ പിരിച്ചെടുക്കുന്നുണ്ട്. രണ്ടും ചേർന്ന് നിൽക്കുന്ന രീതിക്ക് ഒരു കെട്ടുപോലെ ആക്കിയിട്ട് പിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കോപ്പർ വയറിനെ ഉൾഭാഗത്താണ് കേട്ടോ കെട്ടിട്ടത്. മുകളിലേക്ക് തന്നെ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റൊക്കെ ഒന്ന് നീറ്റായി കിട്ടാൻ കുറച്ച് പണിയാണ്. പിന്നെ അത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗോൾഡൻ ബീഡാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കമ്പിയെ നമുക്ക് ആ ഒരു സെയിം പൊസിഷൻ കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. നമ്മളിങ്ങനെ ചെരിഞ്ഞും വളഞ്ഞൊന്നും പോകരുത്. കറക്റ്റായിട്ട് തന്നെ നേരെ തന്നെ ആവുന്ന രീതിക്ക് വെച്ച് കെട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ കമ്പിയെ താഴത്തോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. മറ്റേ ഒരു വളയിൽ നിന്ന് തുടങ്ങിയിട്ട് ബീഡിട്ട് കൊടുത്തിട്ട് മറ്റേ വളയിലേക്കാണ് കേട്ടോ ഇറക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ പൊക്കി കൊടുക്കാം. ഈ ഒരു കമ്പി പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡ് ബീഡ്സിനെ കോർത്ത് കൊടുക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ 2 ബീഡാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അടുത്ത വളയിലേക്ക് താഴ്ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. കണ്ടോ,
അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് കാണിച്ചെന്ന ഗ്രീൻ വളയുണ്ടല്ലോ, അതിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വളയിൽ ഞാൻ ഗ്യാപ്പൊന്നും ഇടുന്നില്ല കേട്ടോ. അടുത്തടുത്തടുത്ത് അങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഗോൾഡൻ കളർ ബീഡ് തന്നെ കുറച്ച് കൂടുതൽ കോർത്തെടുത്തതിന് ശേഷം പിന്നെ റെഡ് ബീഡ് തന്നെ കോർത്ത് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെ റെഡ് ബീഡ് മാത്രം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ കോർത്ത് കൊടുക്കുന്നത് പല മെത്തേഡിൽ നമുക്ക് കോർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് ഓൾറെഡി എടുത്തു കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ് തന്നെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻവിസിബിൾ മാല, അതുപോലെ തന്നെ മഞ്ചാടി മാല, ചിലങ്കമാല, അതിൻ്റെ ബാംഗിൾസ്, ഇൻവിസിബിൾ ആയിട്ടുള്ള നമ്മുടെ ബ്രേസ്ലെറ്റുകൾ ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഒരുപാട് പേര് സ്വയം വരുമാനമായിട്ടൊക്കെ അതിനെ യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്പി തീർന്നിട്ട് ഞാൻ അടുത്ത കമ്പി ഇതിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിക്കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഏകദേശം 15 ഇഞ്ച് തന്നെ ഉള്ള ഒരു കമ്പി കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് പിരിച്ചു കൊടുക്കണം, അതിലേക്ക് ചേർത്ത് വെച്ച് പിരിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അഴിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പുറത്തേക്ക് കടന്നും കിട്ടൂല. അപ്പം അത് നോക്കിയിട്ട് ചെയ്യാം. നല്ല രീതിക്ക് ഇതുപോലെ അറിയാത്ത രീതിക്ക് ചേർത്ത് വെച്ച് കെട്ടിക്കൊടുക്കുക, പിരിച്ചു കൊടുക്കുക, ടൈറ്റിൽ പിരിച്ചു കൊടുക്കുക. ഓക്കെ, അതപ്പോൾ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഇത്രയും ഇപ്പം നമ്മൾ കോർത്ത് കൊടുത്തേ. ഇനി ബാക്കി കൂടി നമുക്ക് ചെയ്തെടുക്കാം. പകുതിയോളം നമ്മൾ ചെയ്തു, ഇനി ബാക്കി പകുതി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഏതൊരു കളറിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് കളറിലും ഏത് മോഡലിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ കംപ്ലീറ്റ് ആക്കാം. ഇനി ഏകദേശം 5-6 ബീഡോട് ഇട്ട് കൊടുത്താൽ സംഭവം ഇവിടെ സെറ്റാണ്. കമ്പിയും തീരാനായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴേക്ക് കമ്പിയും തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ബീഡോട് ഇട്ട് കൊടുത്താൽ സംഭവം റെഡിയായി. ഓക്കെ, ഇപ്പോൾ ഒരു ഹെവി ലുക്ക് തന്നെ ഈ ഒരു വളക്ക് വന്നത് കണ്ടോ. നല്ല സിമ്പിളായിട്ടുള്ള 2 വളയായിരുന്നു, ഇപ്പോൾ ഒരു ഹെവി ആയിട്ടുള്ള ഒരു വളയായിട്ട് നമുക്കിതിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ താഴ്ഭാഗത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ആ കമ്പിയിൽ ചുറ്റി കെട്ടി കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള കോപ്പർ വയർ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ പൊസിഷൻ മാറിപ്പോകുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഉൾഭാഗത്തേക്ക് ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് പിരിച്ച് വെച്ച് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിലൊന്നും കുത്തി കയറാത്ത രീതിക്ക് പിരിച്ച് വെച്ച് കൊടുക്കുക, കെട്ടിക്കൊടുക്കുക. അഴിഞ്ഞു പോരുകയും ചെയ്യരുത്. പെട്ടെന്ന് അഴിഞ്ഞു പോരുമൊന്നും ചെയ്യൂല കേട്ടോ. കോപ്പർ വയർ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അഴിഞ്ഞു പോരുമൊന്നും ചെയ്യൂല. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വളയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ കളർ കോമ്പോ ഒക്കെ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്നൊരു കളറാണ്. അപ്പോൾ ഇതുപോലെ ഐഡിയാസൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര എളുപ്പമല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് നടക്കുക. ഡ്രസ്സോടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉൾഭാഗത്ത് കണ്ടോ, നല്ല ഫിനിഷിങ്ങും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ബൈ ഓൾ.